പിന്നെ നമ്മളൊരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ പലർക്കുള്ളൊരു ഇതാണ്. പല സ്റ്റുഡൻസും ഇപ്പോൾ പറഞ്ഞ പുറത്തൊക്കെ പോയിട്ട് പഠിക്കാൻ പോയിട്ട് ഈ പറഞ്ഞ കള്ള് കഞ്ചാവ് അഡിക്ഷൻ പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ വീട്ടുകാർ മനസ്സില്ലാ മനസ്സോടെ നമ്മൾ കിട്ടുന്നത്. അതായത് ഒരു പാരൻസും സ്വന്തം മക്കളെ കാണാതിരുന്നിട്ട് വിദേശത്ത് പോയി പഠിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും താല്പര്യമില്ലാത്ത ഒരാളാണ്, ഒരു വ്യക്തികളാണ് അവർ നിങ്ങളെ ഈ പറഞ്ഞതൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് നിങ്ങളെ പുറത്ത് വിടുന്നത് എന്താ വെച്ചാൽ നിങ്ങളൊരു നിലയിലെത്താൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നിങ്ങളെ പൈസ കിട്ടിയിട്ട് അവർക്ക് ട്രിപ്പ് പോകാനോ അടിച്ചു പൊളിക്കാനോ ഒന്നുമല്ല, നിങ്ങളെ ഭാവി മാത്രം ആലോചിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലും നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഇവരെന്തെല്ലാം സഹിക്കുന്നുണ്ടാവും നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഈ പറഞ്ഞ നാട്ടുകാരുടെ നിങ്ങളെ മകൻ കഞ്ചാവും അല്ലെങ്കിൽ അവർക്ക് വിടണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വിട്ടത് എന്തുകൊണ്ടാണ്? നിങ്ങളെ ഭാവി നന്നാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടും നിങ്ങൾ ഈ പറഞ്ഞ എന്താ പറയുക തോന്നിയ പോലെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് നാലാൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഫേസ് ചെയ്യേണ്ട അവസ്ഥ ഈ പറഞ്ഞ ഉമ്മാക്ക് എന്താ പറയുക തല താഴ്ത്തിയിട്ട് വേണം ഫേസ് ചെയ്യാൻ. മനസ്സിലായി? ആ ഒരു രംഗം മാത്രം നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി. നിങ്ങൾ ഈ പരിപാടിക്ക് ഒന്നും പോയില്ല. നേരെ മറിച്ച് ഇതിന് ഓപ്പോസിറ്റ് അല്ല, നാട്ടുകാർ പറഞ്ഞതിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞവരെ മുമ്പിൽ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം ചെയ്യാൻ പറ്റും. എന്നിട്ട് ഉമ്മാക്ക് പറയാൻ പറ്റണം എന്ത് കണ്ടോടാ എൻ്റെ മക്കൾ നിങ്ങളെ മക്കളെ പോലെയല്ല എൻ്റെ മക്കൾ, ഞാൻ വളർത്തിയത് അങ്ങനെ. ഇത് ഇമാജിൻ ചെയ്ത് നോക്കി. ഇങ്ങനെ കുറ്റപ്പെടുത്തിയതിന് മുമ്പിൽ ഉമ്മ പുച്ഛിച്ച ചിരിക്കുന്ന രംഗങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ആ ഒരു രംഗം മാത്രം മതി നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു പരിപാടിക്കും പോകാതെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ.